പാല് കുറവാണല്ലോടാ. ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ കേറിക്കോ, ഞാൻ ഇന്നോളാണ്. എന്നാടാ എന്നാ പറ്റി? അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ കഷ്ടല്ലേ. എല്ലായ്പ്പോഴും കൂടെ ഒരാള് കാണുന്നേ. അപ്പൻ എല്ലാരും അപ്പനാന്നല്ലോ. എല്ലാരും നോക്കണ്ടായോ? എല്ലാ മക്കളെയും ഒരേപോലെ വളർത്തി വലുതാക്കിയ അപ്പനല്ലയോ? സുഖമില്ലാതായി കിടക്കണ അപ്പനെ എല്ലാ മക്കളും ഒരേപോലെ നോക്കണ്ടായോ? പിന്നെ വേണ്ടായോ? നിങ്ങൾക്ക് വൃദ്ധസദനത്തിലാക്കാരുന്നേ. അതിനെങ്ങനാ? ഇവിടെ എങ്ങാനും നല്ല വൃദ്ധസദനം ഇല്ലല്ലോ. ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ കാശും ഇല്ലല്ലോ. ഓ പിന്നെ പണം കഴിക്കുന്ന മരം പറമ്പിൽ കുഴിച്ചിട്ടാ തന്ത പോയി കിടക്കുന്നേ. ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ ജീവിതമൊക്കെ എത്ര പെട്ടെന്നാണ് തീരുന്നേ. അപ്പൊ പിന്നെ ഈ അപ്പനും മക്കളും ഒക്കെ ആയിട്ടൊരു കുടുംബത്തിൽ എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത് അല്ലയോ? കൂടിപ്പോയ ഒരു 20 വർഷം. അതാണെങ്കിലോ പലതും അങ്ങ് പെറുകയും പിരിഞ്ഞൊക്കെ പോവുകയും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്കൊക്കെ? പിന്നെ അത് മാത്രമല്ല, ഈ നിങ്ങളുടെ അപ്പന്റെ ഭായം കൊണ്ടേ നിങ്ങള് 3 മക്കളും നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ മക്കളെ നോക്കുക എന്ന് പറയുന്നത് ഈ അപ്പൻ നിങ്ങളുടെയൊക്കെ അപ്പനാന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അപ്പൻ നോക്കുന്നതല്ല, എന്താ ഇത്ര പ്രശ്നം? അത് വലിയ ബാധ്യതയായിട്ടൊന്നും വരികയല്ല. അപ്പൊ പിന്നെ ഓരോ മാസവും ഓരോ മക്കള് അപ്പനെ നോക്കുന്നത് വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ഒരു തീരുമാനം പറയാം. ഈ 3 മക്കളും ഓരോ മാസം അപ്പനെ അവരവരുടെ വീട്ടിൽ കൊണ്ട് അങ്ങ് താമസിപ്പിച്ചേക്കാം. താമസിപ്പിച്ചാൽ മാത്രം പോരാ കേട്ടോ. പിന്നെ എന്നാ വേണ്ടേ? അവരവരുടെ ഊഴം കഴിഞ്ഞ അടുത്ത ഊഴത്തിലുള്ളവരാരാണ് അവരപ്പനെ പോയി അങ്ങ് കൂട്ടിക്കൊണ്ടുവരണം. എന്നെ കൊണ്ട് പറ്റിയല്ല, ഞാൻ മുന്നേ പറഞ്ഞാണല്ലോ. ഞാൻ പോവുകയാണ്. എന്നെ വർത്താനാണോ ഇത്? നീയൊക്കെ രാവിലെ തന്നെ കുടുംബത്തിൽ കയറി വന്നൊരു പ്രശ്നം പറയുമ്പോ ഞാൻ അതൊരു ഞാൻ അതിനകത്തൊരു തീരുമാനം പറയണ്ടേ? അപ്പൊ പിന്നെ പറഞ്ഞ പോലെ കേട്ടാ മതി. അപ്പനെ ഓരോ മക്കളും അവരവരുടെ വീട്ടിൽ കൊണ്ട് അങ്ങ് താമസിപ്പിച്ചേക്കണം കേട്ടോ. സമ്മതമാണേ കൈവൈ. ഞാൻ റെഡിയാണ്. എനിക്ക് സമ്മതമാ. കൈ വെച്ച് ജെറിനെ സമ്മതം അല്ലയോ? ജെറിച്ചായനെ ഇച്ചിരി മുൻകോ കൊണ്ടെന്നേ ഉള്ളൂ. അപ്പൻ അങ്ങനെ പൊന്നു വരെ നോക്കിക്കൊള്ളുന്നേ. നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ എന്തായാലും വന്നതല്ലോ. 2 ചായ കുടിച്ച് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ ഇരുന്നാട്ടെ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടോ? അമ്മച്ചേ 2 ചായ എടുത്താട്ടെ. ഞാൻ പോയച്ചും വരാം. ഞാൻ തന്നെ എന്നതായി കാര്യങ്ങളൊക്കെ? മെമ്പർ ഇടപെട്ടോണ്ട് എല്ലാം ശരിയായെന്ന് സംഭവം.
എന്റെ കുടുംബത്തെ കയറി ഉണ്ടാക്കാൻ നിൽക്കരുത്. അന്നേരം ഞാൻ സമ്മതിച്ചല്ലേ. എടാ നീ അന്ന് പറഞ്ഞല്ലോ ഈ കുടുംബം കുടുംബം എന്ന് പറഞ്ഞത് എന്തോ വലിയ മറ്റതാണെന്ന് ഒരു കുതാശ പറഞ്ഞത് കേട്ടിരുന്നല്ലോ. നിന്റെ തള്ള 70-ാം വയസ്സിലും ഈ പറമ്പ് കിടന്ന് കളിച്ചിട്ട് അഞ്ചുവണ നിന്റെ കുടുംബം പോറ്റുന്നേ. എന്നിട്ട് ആ നീ എന്റെ കുടുംബത്തിൽ വന്ന് ഉണ്ടാക്കാൻ നിൽക്ക. ഈ നാട്ടിലെ ചാകാണ്ട് വലിച്ചു കിടക്കുന്ന കാരണവന്മാരെ നോക്കിയേച്ചാ ഈ കുടുംബം ഈ നാട് മുടിഞ്ഞു പോകുന്നത്. ഒരു ദിവസം നിന്റെ തള്ള കിടപ്പിലാവടാ. അന്നേരം നീ നിന്റെ കുടുംബവും കുത്തുവാള് കേറുക. അപ്പൊ നിനക്ക് മനസ്സിലാവും എന്താ കുടുംബം. എന്നാടാ കിടന്ന് നോക്കുന്നേ? അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ കരയാൻ അറിയാലേ. എന്തെങ്കിലും പറയണ്ടേന്ന് കരുതി പറഞ്ഞതാ. തോന്നിയ ദിവസം പറയാന്ന് പ്രവർത്തിച്ചാണെങ്കിൽ ദേഹോപദ്രം ഏൽപ്പിക്കില്ല കണ്ടത്. ചേട്ടാ എടാ ഞാനത് മനസ്സിൽ വെക്കുന്നില്ല. എടാ ഇപ്പൊ നടന്ന ചർച്ചയില് നീ പറഞ്ഞത് മുഴുവൻ മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ തന്നെ ഞാൻ ഇതങ്ങ് തരുവായിരുന്നേ. ഇത്രയും നേരം പോലും എനിക്കിത് മനസ്സിൽ വെച്ച് നടക്കണ്ടേ. പിന്നെ അതുമല്ല എടാ എന്റെ അമ്മച്ചിയെ പറമ്പിൽ കിളക്കാൻ വിടുന്നത് ഞാനാണ്. പുള്ളിക്കാരി പണമൊക്കെ ഉണ്ടാക്കി വെച്ച് ടൂറ് പോകാനാണ് ഈ നാട്ടിലെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. അപ്പൊ നിനക്ക് അറിയാം. ഞാൻ പറഞ്ഞ വിശ്വസിക്കോ ചേട്ടൻ? ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവോ? ഓ ഇല്ല ചേർന്നേ, നീ എന്നാ ഈ പേടിക്കുന്നു? ഞാനേ ഇനി വേണ്ട, നീ പൊക്കോ. പിന്നെ ഈ അപ്പനെ നോക്കുന്ന കാര്യത്തിലേ ഉപേക്ഷ വേണ്ട കേട്ടോ. ഇല്ലെന്നേ, എന്റെ അപ്പനല്ലേ ഞാൻ പൊന്നു പോലെ നോക്കും. പ്രോസിച്ചേട്ടാണ് സത്യം. ഞാനോ പോയി. ആയിക്കോട്ടെ. എന്നാ പറ്റി? വണ്ടി ആണോ? ഞാനങ്ങ് പോയേക്കോ. ചേട്ടാ പോട്ടെ. ഈശോമിശിയൊക്കെ സ്തുതിയായിരിക്കട്ടെ. അത് അങ്ങനെയാണല്ലോ. ഏനക്കേട്. ഓ ചുമ്മാ ആദ്യം ഞാൻ അതങ്ങ് വിസ്തരിച്ചേക്കാം. ക്രിസ്തീയ വിശ്വാസം സംരക്ഷിക്കുന്നതിനായി രക്തസാക്ഷിത്വം വരിച്ച ഇരട്ടകളിൽ ഒരാളാ പ്രോത്താസീസ്. 2-ാം നൂറ്റാണ്ടില് അങ്ങ് ഇറ്റലിയില്. അവന്റെ അപ്പം മരിയനോട് ഞാൻ ഒരുപാട് നിർബന്ധിച്ചാ അവനെ പേരിടാൻ സമ്മതിച്ചേ. അവനവന്റെ അപ്പനെ പോലെ ഒരു മലയാളി കോൺഗ്രസ് വിഭാഗക്കാരനും നല്ലൊരു കുടുംബ സ്നേഹിയുമാ കേട്ടോ. കുടുംബത്തിൽ പിറക്കാത്ത പ്രവൃത്തി അതാര് ചെയ്താലും അവൻ ആക്ഷൻ എടുത്ത് കളയും. അവനൊരു പാവാതെ. പാർട്ടി മാറിയപ്പോ പ്രസിഡന്റ് സ്ഥാനം അവർക്ക് കിട്ടിയതായിരുന്നു. പക്ഷേ നറുക്കെടുപ്പിൽ വനിതയായി പോയി പ്രസിഡന്റ്. ഓ
സകല ഒത്താശയും ചെയ്യുന്നത് അവനൊരുത്തനാണ്. പിന്നെ അവന്റെ ഭാര്യ വിജിയുടെ കാര്യങ്ങള്, അവന്റെ മക്കളുടെ പഠിത്തം എല്ലാം അവനാ ചെയ്യുന്നേ. കൂട്ടത്തിൽ ഇച്ചിരി റബ്ബർ കൃഷിയും. അവന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞ പേരിടാൻ അവൻ കൂട്ടാക്കിയില്ല. ഫ്രാൻസിസ്കോ ഗിയോവാനി ബാറ്റിസ്റ്റ ഗിയോൺ കാർലോ ബർട്ടോസ ജെട്രോഡ് ലിയോൺസിയോ ലുഥറിന കാത്തി ഇതുപോലുള്ള സിമ്പിൾ പേരിടാൻ പറഞ്ഞപ്പോ അവൻ എന്നോട് പറയുവാ, കൂട്ടുകാർക്കൊക്കെ വിളിക്കാൻ പറ്റുന്ന പേര് മതി അമ്മച്ചീന്ന്. അൽഫോൺസയും തോമസും, അതാ അവരുടെ പേര്. മുന്നണി മാറിയപ്പം അവനുണ്ടായ വിഷമം കൂടി അങ്ങ് പറയാമല്ലോ. മുന്നണിയിലുള്ളവരൊക്കെ നല്ലതുങ്ങളാ, പക്ഷെ അവരുപയോഗിക്കുന്ന ചില വാക്കുകള് അത് അവന് മനപ്രയാസം ഉണ്ടാക്കുന്നതാ. അവനാന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുകയും വേണം. അതിനുള്ള കടുത്ത വാക്കുകൾ കണ്ടെത്താൻ എന്റെ പ്രോസി വല്ലാതെ കഷ്ടപ്പെടുവാ. ഞാൻ പറയാനുള്ളതല്ലാണ്ട് പറഞ്ഞ് ഇനി നിങ്ങൾ എന്നതാച്ച ആയിക്കോ. അല്ല പിന്നെ ശരിയാ, എന്തൊക്കെ പണിയുണ്ട്. പുസ്തകം വായിക്കണം, ചർച്ച ചെയ്യണം. പറഞ്ഞ കാര്യം അല്ല, അതിയാരോട് പെന്നാ പോയി പറയാൻ പോകുന്നു. സ്ഥലം കാണും, പുസ്തകം വായിക്കാൻ. എടാ, അതിനൊരു പേരില്ല. എന്നതായിരുന്നു ഓർമ്മയുണ്ടാകും? ആനന്ദ സ്ഥലി. എന്നൊരു പേരല്ലോ. സെറ്റാക്കി തരൂലേ? സാധിക്കുന്നുള്ളേ. അവൻ ചോദിച്ചോട്ടെ, റോസിച്ചായോ? ചോദിച്ചേട്ടോ. എന്നാടാ രാവിലെ ബക്കറ്റൊക്കെ? അല്ല, അത് കണ്ടപ്പോ മനസ്സിലായി. അല്ല, എന്നിട്ട് വല്ലതും ഉണ്ടോ? അല്ല, എന്നാ അവിടെ നിൽക്കുന്നതാ? രാവിലെ തന്നെ പറ്റിക്കാൻ ഇറങ്ങിയേക്കോ ആളുകളെ. നമ്മുടെ ജീവിതം അല്ല, എന്നാ വന്നേ? ഞങ്ങൾ വന്നത് ഒരു സുപ്രധാന കാര്യം പറയാനായിട്ടാണ്. ഓ, അപ്പൊ നിങ്ങൾ ഈ സുപ്രധാന കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അല്ലാണ്ട് പ്രോസസ്സായി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ യുവാക്കൾക്ക് ഒത്തുചേരാനും ഒന്ന് സംസാരിച്ചിരിക്കാനും പിന്നെ ആനന്ദിക്കാനും അങ്ങനെ ഒരു സ്ഥലം ഇല്ലല്ലോ. ഉണ്ടാകുന്നു. ഇല്ലല്ലോ. ഉണ്ടാകുന്നു. വെള്ളം അടിക്കാനുള്ള സ്ഥലമല്ലേ, അതിന് ബാറുണ്ടല്ലോ. എന്റെ പൊന്നമ്മച്ചി, ഇതൊന്നും അല്ലെന്ന്. പിന്നെ നമുക്കൊരാനന്ദസ്ഥലി വേണം. എന്നാ തൊലിയാ? എന്റെ അമ്മച്ചി, തൊലിയല്ല, ആനന്ദസ്ഥലി. ഇതെങ്ങ് നോക്കി, ആനന്ദസ്ഥലി. ആനന്ദസ്ഥലിയോ? അതായത് ആനന്ദസ്ഥലി എന്ന് വെച്ചാൽ നമുക്കൊക്കെ ആനന്ദിക്കാൻ പറ്റിയൊരു സ്ഥലം. അല്ല, അപ്പൊ അതിനല്ലേ ഈ വോളിബോൾ കോർട്ടൊക്കെ ഉള്ളേ? കേട്ടോ, ഇതൊരു ഒന്നൊന്നര ആനന്ദമാണേ. എന്നാ നീ ഇങ്ങനെ വായിക്കാൻ കുറച്ച് പുസ്തകം, ക്യാരം ബോർഡ്, ചെസ്,
അതുപോലെ നമുക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും പറ്റിയൊരു ഇടം തന്നെ. ഞങ്ങൾ അമ്മച്ചിമാർക്ക് ആനന്ദിക്കാൻ അവിടെ ഇടം ഉണ്ടടാ. അമ്മച്ചിമാരും കൂടെ പോരെ. അമ്മച്ചിയെ കൂട്ടും. അമ്മച്ചിക്ക് വരാന്നാ പറയുന്നത്. അല്ല ഇത് ഞാനേ എന്നാ ഇപ്പൊ പറഞ്ഞത്? ആനന്ദസ്ഥലി. ആനന്ദ എന്നത് സ്ഥലി. അതിനിപ്പോ ഞാൻ എന്നാ വേണ്ടേ? അയ്യോ കോഫിച്ചായ വേണം. ഓ പഞ്ചായത്തിലൊക്കെ പറഞ്ഞേ. അല്ല അത് ഈ കാര്യം കാലോ നമുക്ക് എടാ വീട് ഇല്ലെന്ന് നമ്മള് വീടില്ല. അത് ശരി. സെറ്റ് ചെയ്ത് തരണം. ഈ കാലേവാരി എന്ന് കേട്ടോണ്ട് ഒരു പേടിയത്. ചേട്ടായി കൊണ്ടേ പറ്റത്തുള്ളേ. ശരി. പഞ്ചായത്ത് പറയാം. നടക്കത്തുള്ളൂ. അല്ല അതിപ്പോ ഞാൻ ഇടപെടണമെന്നാ പറയുന്നത്. ഇത് ശരിയാവോ? അല്ല ഇപ്പൊ ഞാൻ ആലോചിക്കരുത് അമ്മച്ചി. ഇവന്മാരെ ഈ മുന്നണി മാറിയാൽ ഏതായാലും നന്നായി കേട്ടോ. എടാ നീയൊക്കെ ഇത് ഞാനാണ്ട് ഇടയ്ക്ക് ഉള്ളതാ. അല്ല ഞാൻ നീയൊക്കെ എത്ര പെടുന്നതാണ് നന്നായി പോയി. അല്ല അപ്പൊ എന്നാത് ആനന്ദസ്ഥലി. ആനന്ദസ്ഥലി അല്ലയോ? ഈ സത്യം പറഞ്ഞാലേ ഈ ആനന്ദസ്ഥലിക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ തന്നെ അങ്ങ് എന്നടാ ഞാൻ തന്നെ അങ്ങ് ശരിയാക്കി തരാം. എല്ലാം കൂവയൊന്നല്ല, കൂവ മുഖത്ത് ഇടുവോ ആരേലും? നല്ല വെളുപ്പുണ്ട്. എന്നെ കൂടി പറയിപ്പിക്കുമല്ലോ. എന്നാ കൊണ്ടുപോകും, എന്നാ കൊണ്ടുപോകും. അപ്പൊ ഈ എന്നാടാ ഇത്? അപ്പൊ ഈ ആനന്ദസ്ഥലി ഇവിടെ അങ്ങ് ഉറപ്പിക്കുക. ഉറപ്പിക്കുള്ള ഞാൻ വേറൊരു വഴിക്ക് പോയിരുന്നു. ഗുഡ് മോർണിംഗ് ബ്രൂസി. ആ അതെ ഗുഡ് മോർണിംഗ്. അല്ല ഇതിപ്പോ ഞാനാണല്ലോ വൈകിയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്നാ ബ്രൂസി, ബ്രൂസിയുടെ ഇന്നലത്തെ അവതരണം ഇല്ലേ, നമ്മുടെ മെമ്പർമാരുടെയും സെക്രട്ടറിയുടെ ഒക്കെ ഇടയിൽ നടത്തിയ ബ്രൂസിക്ക് ഇത്രയും സാഹിത്യവാസന ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ആനന്ദസ്ഥലി യുവാക്കളുടെ വൈകാരിക ബുദ്ധി പ്രകാശനത്തിന് ഒരിടം അങ്ങ് കോരി തരിച്ചു പോയി കേട്ടോ ബ്രൂസി. കരിയട്ടാണോ? അതല്ലേ, അത് ഈ നമ്മുടെ നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും ഒന്നും ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇറക്കാതിരുന്നതല്ലേ. KCYM-ന്റെ രൂപതാ പ്രസംഗ മത്സരത്തില് എനിക്കല്ലയോ ഫസ്റ്റ്. പിന്നല്ലയോ ഇത് അറിയാത്ത എത്ര കാര്യങ്ങളത്. സത്യം പറയാമല്ലോ സത്യം പറയണം. YDF-ലായിരുന്നേല് ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മുന്നണി പിടിച്ചു നിക്കണേ ഇത് കൂട്ട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ പറ്റത്തില്ലെന്നേ. അതെ അതെ. പിന്നെ ബ്രോസി ഞാൻ പെട്ട് കിടക്കുവാ. എന്നാ പറ്റി? സ്കൂളില് ഞാൻ ക്രാഫ്റ്റ് ആയിരുന്നല്ലോ, സാഹിത്യവുമായി എനിക്ക് പുലബന്ധം ഇല്ലെന്നേ. എന്റെ പൊന്നു പ്രസിഡന്റ്, എനിക്ക് ഇതാ മനസ്സിലാകാത്ത ഈ പഞ്ചായത്ത് ഭരിക്കുന്നതിൽ എന്നതിനാ സാഹിത്യം അല്ലയോ?
ഇനി നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ബ്രോസി. അതെന്നാ? ഈ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ നമ്മുടെ മുന്നണിയിലല്ലേ. അത് പിന്നെ അങ്ങനെയല്ലോ. പിന്നെ ബ്രോസിക്ക് കേൾക്കണോ? മാനൂര് ഒരു ചായക്കടയുണ്ട്, നമ്മുടെ സഖാവ് പോക്കറിന്റെ. അവിടെ ഇപ്പൊ ചായ കച്ചവടം ഒന്നും അല്ല. ചായ കച്ചവടം അല്ലയോ? അല്ലാതെ പിന്നെന്നാ? അവിടെ ഇപ്പൊ പുസ്തക ചർച്ചയാണ് പ്രധാനം. പുസ്തക ചർച്ചയോ? ചായക്കടയിലോ? അതില് അടുത്ത മാസം പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുവാ. നല്ല കാര്യമല്ലയോ? പക്ഷെ ഞാൻ അവിടെ പോയിട്ട് എന്നാ പറയാനാ? അത് പ്രസിഡന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താ. എനിക്ക് പകരം പ്രോസി മെമ്പർ ഒന്ന് പോയി ആ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്യണം. അല്ല അത് ഈ പുസ്തക ചർച്ച എന്നൊക്കെ പറയുമ്പോ എന്തായാലും വായനയൊക്കെ വേണ്ട. എനിക്ക് പണ്ട് കുറെ വായിച്ചിട്ടില്ലേ ബ്രോസി? അല്ല അത് ഈ പാഠപുസ്തകങ്ങളൊക്കെ അല്ലയോ? പാഠപുസ്തകങ്ങൾ വായിച്ചിട്ട് ബ്രോസിക്ക് ഇത്രയും പറയാൻ പറ്റുന്നുണ്ട്. ബ്രോസിയെ കൊണ്ട് അത് പറ്റൂ ബ്രോസി? എന്നാ ഇങ്ങനെ വല്ലാതെ പെരുമാറുന്ന ബ്രോസി അതല്ല, ചെറിയൊരു പേടി ഉണ്ടാവാ. പേടിക്കണ്ട ബ്രോസി. നമുക്കൊന്ന് ഇരുന്നാലോ? ഇരുന്നാലേ വീഴും ചെലപ്പോ. എന്നാ പറഞ്ഞോണ്ട് പോവാ നമ്മളെ? എന്നാന്നേ? പുസ്തക ചർച്ച. പുസ്തക ചർച്ചയോ? ഞാൻ ചെയ്ത ശരിയാവത്തില്ല, അതുകൊണ്ട് ബ്രോസി ചെയ്താലേ അത് ശരിയാവൂ ബ്രോസി. പ്രസിഡന്റ് ഇത് ഇങ്ങനെ വല്ലാതെ ചില്ലറ കളിയാണോ അത്? ഇതിപ്പോ ഞാൻ എന്നാണോന്നായി പറയണേ അല്ലേ? പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്യണം. അതിപ്പോ ഉദ്ഘാടനം ഞാൻ ചെയ്യണമല്ലേ? എന്നാ പിന്നെ ഞാനെന്നാ അങ്ങനെ ചെയ്യാല്ലേ? കൈവിടണമെന്നില്ല ഞാൻ. എന്നാ പിന്നെ അങ്ങ് ചെയ്യാ. കൈവച്ചോളൂ, അതിപ്പോ ഇതിന്റെ ഒരു ഭാഗല്ലേ? ഓക്കെയാ. അല്ല ഇതിപ്പോ ഞാൻ പോകുന്ന വഴിയല്ലേ ഇത്. ഞാനെന്നാ അങ്ങോട്ട്. ആയിക്കോട്ടെ. ഇതെന്നാ വിടാത്തത്? പിടിച്ച പിടിയാലേ. ഇൻസ്റ്റഗ്രാമിലിടാം. ഞാൻ സുന്ദരിയായിട്ട് എന്റെ മുഖം തോന്നും. എന്ന് മലേഷ്യ പോയപ്പോ പഠിച്ചതാ. രസമില്ല. വേറെ ഇതെന്നെ ഏത് നേരം രണ്ടുപേരുടെ ഫോണിൽ കുത്തിക്കൊണ്ട്. ഓ എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്നാലോ? എന്നടാ കൊച്ചേ? ഉറപ്പില്ല. അല്ല എന്നാ അമ്മച്ചിനെ ഈ കോപ്രായ കാണിക്കുന്നത്? കോപ്രായത്തിനൊക്കെ ഇപ്പൊ ഫാഷനാണോ? അല്ല ഇത് ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാമില് അങ്ങനെ എന്തൊക്കെ ഉണ്ടില്ലേ? ഞാനെന്നെ ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അതെന്നാ നമ്മുടെ ആ സഖാവ് പോക്കറില്ല,
നമ്മളെ മാഞ്ഞൂര്. പഴംപൊരി ഒക്കെ കുത്തി കേട്ടെ പോവാറില്ലേ ഇങ്ങനെ അപ്പൊ അവിടെ പുസ്തക ചർച്ച ഉണ്ട്. പുസ്തക ചർച്ച അവിടെ നിനക്കെന്നാ പ്രോസി കാര്യം? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു വരുമല്ലേ ഈ തൂക്കി കയറി ഇങ്ങനെ വെടി വെക്കണോ? ഈ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതേ ഞാനാ. അതെ അതെ ആ കാര്യമായിട്ടാ അത്. അയ്യോ അത് കേൾക്കുമ്പോ തന്നെ അങ്ങോട്ട് കുളിര് പോരും. അത് നീ കാര്യമായിട്ട് പറയുവാണോ? എടാ പിന്നല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന കേൾക്കാതെ ജീവിക്കാനൊക്കെ കേളടാ. അല്ല അപ്പൊ ഈ അമ്മച്ചി ഈ പെണ്ണും പറയണ കേട്ടോണ്ട് ഈ എടാ ഞാൻ വീട്ടിലിടാറുള്ള നിക്കറില്ലേ, അത് ഞാൻ കളയാനിരുന്ന ജീൻസാ. അപ്പൊ എവളാ പറഞ്ഞത് അത് മുറിച്ചങ്ങ് നിക്കറാക്കിക്കോളാം. അല്ല അപ്പൊ ഈ കീറി നിക്കറിട്ടുണ്ടാണോ പറമ്പി കളയ്ക്കാൻ പോകുന്നത്? നിനക്കേ അധികം പുറത്തൊന്നും പോവാത്തോണ്ട് മനസ്സിലാവാത്തതാ. എടാ പ്രായം അത് നമ്മുടെ നാട്ടിലേ ഉള്ളൂടാ. അതാ പപ്പേ ഞാൻ പറയണേ, ഈ മൂവീസ് കാണാൻ അല്ലെങ്കിൽ സഫാരി കണ്ടാലും മതി, നമ്മൾ ആ നാട്ടില് പോയ പോലെ തോന്നും. അതിനിപ്പോ ഈ സിനിമ ഒന്നും കാണണ്ടേ? പിന്നെ അതിപ്പോ ഈ പുസ്തകമൊക്കെ വായിച്ചാ മതി. പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങുമല്ലയോ? ആ പുസ്തക ചർച്ച ഒന്ന് കഴിയട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുമല്ലേ വായിക്കാൻ. ഞാൻ ആലോചിക്കുന്നു ഇത് എന്തൊരു ആളുകളാണ്. എല്ലാ ആഴ്ചയും ചർച്ച നടക്കണല്ലേ? ചായ എടുത്താലോ? ചായ എടുക്കാം. ചായക്കടയിൽ ചായ ഇല്ലാതെ അല്ലല്ലോ. പരിപാടി ഇപ്പൊ തുടങ്ങുമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ കൃഷ്ണേന്ദ്ര സാറ് ഇങ്ങോട്ട് വരാനുണ്ട്. ഓ മനസ്സിലായില്ലേ? വൈവൈ കൃഷ്ണേന്ദ്ര സാറ് പിന്നില്ലയോ? ഒരു പഴംപൊരി എടുത്താലോ? പഴംപൊരി എടുക്കാം. പഴംപൊരി കഴിക്കുമ്പോ വല്ലാതെ ആട്. സാറേ സാറ് വന്നിട്ടോ? തുടങ്ങിയാലോ? സാറേ തുടങ്ങിയട്ടെ.
ആരംഭിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകളും കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. എങ്കിലും മാഷാടുന്നെ എന്തായാലും ഈ വൈവൈ കൃഷ്ണേന്ദു സാറിന്റെ സാന്നിധ്യം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഖസാക്കിൻ ഇതിഹാസത്തെ കുറിച്ച്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ക്ലാസിക്കുകളിൽ ഒന്നായ ഖസാക്കിൻ ഇതിഹാസം. ഇന്ന് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ദീർഘകാലമായി ഖസാക്കിൻ ഇതിഹാസത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന വൈവൈ കൃഷ്ണേന്ദു സാറാണ്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നേരത്തത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന റോസ്ലി ടീച്ചറാണ്. അവിചാരിതമായി വന്ന ചില പ്രയാസം കാരണം എത്തൂല എന്ന് അറിയിച്ചിരുന്നു. പകരം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ റോത്താസീസ് ആറ്റുകടമ്പലാണ് ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ശ്രീമാൻ റോത്താസീസ് ആറ്റുകടമ്പൽ ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു. ചായന്റെ ഗ്ലാസ്സൊക്കെ തന്നെ നല്ല ചായ. മാന്യ സദസ്സിന് വന്ദനം. ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. എനിക്ക് വലിയ പുസ്തക വായനയൊന്നുമില്ല. പാഠപുസ്തകങ്ങൾ വായിച്ച പരിചയമേ എനിക്കുള്ളൂ. വൈവൈ കൃഷ്ണേന്ദു സാറിനെ പോലെയുള്ള ബുദ്ധിജീവികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഈ പഞ്ചായത്തിൽ നടക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്റെ ഒരു അനുഭവം പറഞ്ഞാൽ സാറേ, പണ്ട് അല്ലാണ്ട് നീട്ടണ്ട, സാറിന് സംസാരിക്കാൻ സമയം കൊടുക്കണം. അപ്പോ നമ്മള് വൈവൈ കൃഷ്ണേന്ദു സാറിനെ കേൾക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക. കയ്യടിക്ക് എന്താ നിങ്ങളല്ലേ മഞ്ഞ. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ ശ്രീമാൻ വൈവൈ കൃഷ്ണേന്ദു സാറെ ക്ഷണിക്കുന്നു. സാറേ, മൗനത്തിന്റെ സ്ഥലരാശിയിൽ നിന്നാണ് തുടക്കം. ഉറങ്ങാൻ കിടന്നു. ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് തലചായി, കാടായി, ഇടലായി, ആകാശമായി വിശ്രമം കൊള്ളുക. അറിവിന്റെ ജ്ഞാനത്തിന്റെ മിഴികൾ പതുക്കെ പൂട്ടി. മിന്നിത്തുടിക്കുന്ന ബഹിരാകാശം കൈതപ്പൊന്തകളിലേക്ക് ഇറങ്ങി വന്ന് ഖസാക്കിലെ മിന്നാമിനുങ്ങുക. ആ അനന്തധാരയിൽ നിന്ന് സാന്ദ്രതയുടെ ഒരു കിനിവ് അയാളിലേക്ക് അവ ആ മനുഷ്യനെ സ്നാനപ്പെടുത്തി. ഒരു രഹസ്യം പറയാൻ കേട്ടോ, ഖസാക്ക് വായിച്ച ഒരാൾ വാസ്തവത്തിൽ കണ്ണാടി നോക്കുമ്പോ കാണുന്നത് അയാളെ അല്ല. അയാളെ കാണുന്നത് ഖസാക്ക് വായിച്ച ഒരാളെയാണ്.
അതായത് അതിൽ അയാൾക്ക് ഖസാക്കിനോടുള്ള ഭാവങ്ങളുണ്ട്, സ്നേഹമുണ്ട്, അകലങ്ങളുണ്ട്, വിപരീതങ്ങളുമുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ഉപകരണ യുക്തി വെച്ച് നോക്കിയത് കിട്ടില്ല. ഇപ്പൊ അല്പം മുമ്പ് ഒരു മഴ പെയ്തില്ലേ? ആ മഴ വാസ്തവത്തിൽ മഴ അല്ലേ, മനുഷ്യവംശത്തിന്റെ തന്നെ ചരിത്രബദ്ധമായ നൂലിഴകളാണ്. ആനന്ദാശ്രു വാക്കുകൾ കിട്ടുന്നില്ല. സാറേ, അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ പ്രോസസർ ക്ഷണിക്കാൻ. സാറേ 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 ഞാൻ സാറിന്റെ ബാഗാണ്, അതാണ് ഒന്ന് നെഞ്ചത്തേക്ക് വെച്ചാൽ. ഞാൻ എന്നാ പറയാനാണ്, മഴ എല്ലാരും ആകെ നനഞ്ഞിട്ടുമുണ്ട്. അത് ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. സത്യത്തിലേ ഇവിടെ എല്ലാരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ പുസ്തകമൊന്നും വായിക്കുകയില്ല, പാഠപുസ്തകങ്ങളൊക്കെ വായിച്ച പരിചയം എനിക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവി അയാൾക്ക് ബാധിച്ചിരിക്കുന്ന അസുഖം ഒരു മിനിറ്റ് അസ്ഥി സംബന്ധമായതാണ്. അന്നത്തെ കാലത്ത് അതിന് ചികിത്സ ഇല്ലാതിരുന്നിരിക്കില്ല, പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്തില്. ഇന്നായിരുന്നെങ്കിലോ ആധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച പാവം. അത് ഞാൻ ഈ മാറി വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ സ്കൂളൊന്നും പോയിട്ടില്ല. അല്ല, സ്കൂളില് നാലാം ക്ലാസ് പുസ്തകവും അല്ല, ാണ് പറഞ്ഞ് ഇജാതി കണ്ണാലികളെ വിളിച്ച് കേട്ടത്. ഇവനെ പറഞ്ഞുവിടാണ്ടോ ആ പരിപാടി. അതല്ല, ഈ അസ്ഥി എനിക്കൊരു മതം ഉണ്ടെങ്കിൽ അതിന്റെ പൈപ്പിലാണ് ഈ ബ്ലഡി കൂടെ അതിലാണ് ഈ ബ്ലഡി കൂടാണ് നിന്നെ റൗണ്ടിലേക്ക് പഴമ്പരി കൂടെ ചായ ആവട്ടെ. വേണ്ടേ? മധുരം വേണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ അസ്ഥി Oh.
മിശിഹായെ, അതൊരു വരവ് തന്നെ ആയിരുന്നു. പപ്പക കയ്യിന്നു പോയ മട്ടായിരുന്നു. സഖാവ് പോക്കറിന്റെ ചായക്കടയിൽ ഖസാക്കിന്റെ ഇതിഹാസം ചർച്ച കഴിഞ്ഞുള്ള വരവാ. കിളി പോയി കാണും. ചെരുപ്പൂരി അകത്തോട്ട് കയറ്റുമ്പോൾ പറയണത് എന്താണോ? ജാജുല്യമാനം, സത്യാനന്തര നീതി, പരിപ്രേക്ഷ്യം, അപനിർമ്മാണം, ഉടലുണർപ്പ്. ഷോ, ഞാൻ പേടിച്ചുപോയി. പുസ്തകം പിറ്റേ തന്നെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഞാനെടുത്ത് കൊടുത്തു. പപ്പ തപസ് പോലെ വായനയായിരുന്നു 2 ആഴ്ച. വീടുറങ്ങാത്ത കാലെന്ന് തന്നെ പറയാം. ഇത്ര പ്രശ്നം ഉണ്ടാക്കണത് ഇതിനെ വായിക്കണേ, വായിക്കാൻ തരുന്നൂടേന്ന് അമ്മ ചോദിക്കണുണ്ടായിരുന്നു. നോവൽ വായിച്ച് കൃഷ്ണേന്ദു സാറിനെ കണ്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാ പഞ്ചായത്ത് മെമ്പർമാർക്ക് കിലയിലൊരു പരിശീലനം വന്നതേ. ഇപ്പൊ പുള്ളി തൃശ്ശൂർക്ക് പോയേക്കുവാ. എടാ നീ ഇതിനു മുമ്പ് തൃശ്ശൂർ വന്നിട്ടുണ്ടോ? ആ. എടാ ഈ തൃശ്ശൂര് പൂരെന്താ? അല്ലടാ. എടാ ഈ കുടമാറ്റം എന്താണ്? ഒരു മണോണാഞ്ചാണ് എടാ കുടമാറ്റം എന്ന് പറഞ്ഞാ എന്നാ? എടാ പല നിറത്തിലുള്ള കുടകൾ ഒരേ സമയം മാറി മാറി മുന്നണി മാറില്ല നമ്മള്. അതേപോലെ ഇങ്ങനെ മാറി കളിപ്പിക്കും. ഏതോ സിനിമയിലെ ഡയലോഗാണല്ലോ. പിന്നെ ഈ അത് മാത്രമല്ലടാ, ഇത് വലിയ വലിയ ആളുകളുള്ള സ്ഥലമാണ്. എടാ ഈ ആനപ്പിണ്ടല്ലോ, ഈ പിണ്ട ഇങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ടുണ്ടല്ലോ, മൂക്കിന്റെ അടുത്തിട്ടുണ്ടല്ലോ, അത് ഗുരുവാർക്കേശന്റെ ആണോ? അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പറയാമോ? എനക്കൊന്നും ഒരു പുല്ലും അറിയില്ല. പിന്നെ നമ്മളിപ്പോ എന്നാത്തിനായി പോകുന്നേ? എടാ നമ്മള് കിലേക്ക് പോവല്ലേ? നമുക്ക് ആകെ അറിയാവുന്ന രാഷ്ട്രീയം എന്തുവാ? രാവിലെ എണീക്കുക, ബക്കറ്റ് എടുക്കുക, പിരിക്കുക, ഇതല്ലേ? എന്നാ അതല്ല, അത് എന്നാന്ന് അറിയാനല്ലേ ഇപ്പൊ അങ്ങോട്ട് പോണേ. എടാ ഒരു കാര്യം കാണിച്ചു, അതുകൊണ്ട് സാഹിത്യമൊക്കെ അറിഞ്ഞു. ഞാനേ അവിടം വരെ ഒന്ന് പോയേച്ചും വരാം. എടാ അതല്ല, അത് ഈ പുസ്തകമൊക്കെ വായിച്ചിട്ടൊന്നും അങ്ങനെ പറയല്ലേ. ഇത് അല്ല, അതാണ് അതുകൊണ്ടായി ഞാൻ വരാമല്ലോ. പിന്നെ ഓർഡർ ചെയ്തല്ലേ നമുക്കേ ആനന്ദേട്ടം വരുമ്പോഴേ ആ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കണം. അതിപ്പോ നമുക്ക് എന്നും ഗസാക്ക് മാത്രം ചർച്ച മതി. സാഹിത്യാണ്, അതാണ് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള സാധനം. നോക്കിയേ, ഇതാണ് അസ്ഥിരോഗ നേതാവ്. നേതാവേ എന്തുണ്ടവിടെ? സാറേ ഞാനേ നമ്മുടെ 2 പ്രവർത്തനം കൊണ്ട് കില വരെ പോയതാണ്. തന്റെ അസ്ഥിരോഗം മാറണോ? അതിപ്പോഴും അതൊക്കെ മനസ്സിലിട്ടോണ്ട് നടക്കുവാണ്. എന്റെ പൊന്നു സാറ് അതൊക്കെ മറന്നാണ്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അല്ല, പുസ്തകം വായിച്ചാ. പിന്നെ ഈ ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ വായിച്ചായിരുന്നു. ഈ തന്നോട് ആരെയും പറഞ്ഞേ സാറേ, ഈ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചപ്പോഴേ, അത് വായിച്ചു കഴിഞ്ഞപ്പോഴാ സത്യത്തില് സാറെടുത്ത ഒരു എഫേർട്ടും അതിന്റെ ഒരു ആശയവും മഹത്വവും ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാൻ വായിച്ചല്ലോ. വായിക്കുന്നവരാണോ രാജാവ്? അതെ. താൻ എന്തോട്ടിന് ഒരു പുസ്തകം വായിച്ചിട്ടുള്ള രാജാവൊക്കെ. ഇവനെ അന്ന് ഖസാക്കിനെ പറ്റി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അത് ക്ഷമിക്കണം, ഞാൻ അല്ല ഇത്ര ബുദ്ധിമുട്ടാണ്. അയാൾ പ്രായശ്ചിത്തം ചെയ്യും. പ്രായശ്ചിത്തം ഒരു റൗണ്ട് പോവുകയാണെങ്കിൽ
അല്ല ക്ഷമിക്കല്ലേ? പ്രായശ്ചിത്തം ചെയ്യൂലേ? പിന്നെ എന്നാ വേണേലും ചെയ്യാം. എന്നാ വേണ്ടത്? എടാ, സാറേ ഒന്ന് മനസ്സിൽ വെച്ചേക്കട്ടെ സാറേ, ഒന്നുകൂടെ അങ്ങ് ക്ഷമിച്ചേക്കുന്നതാ. ഓരോ ക്ഷമയ്ക്കും നല്ല ചെലവുണ്ട്, ആലോചിച്ചിട്ട് മതി. ഓ അതിനെന്നാ ചെലവൊന്നും ഒരു പ്രശ്നമല്ല. താനേ ഓ എന്നിട്ടേ തന്റെ സംശയമൊക്കെ മാറിയോ? സംശയം സത്യം പറഞ്ഞ സാറേ എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചു വലിയ പാടാത്. ഓ വലിയ പാടാത്. ഇനി ചോദിക്കും എന്താ പ്രശ്നം? ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവിയെ സാറേ, അയാള് വില്ലനാണോ നായകനാണോ? അതായത് രവി നല്ലവനാ കെട്ടവനാന്ന്? അതാണ് നേരം ഇപ്പൊ എന്തുകൊണ്ടാ തോന്നിയേ? എനിക്ക് തോന്നി എന്താന്ന് വെച്ചാല് അല്ല ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവിയെ സാറേ, അയാള് സത്യത്തിൽ എന്തിനാ ഈ ഖസാക്കിൽ വന്നത്? കൊച്ചുങ്ങളെ പഠിപ്പിക്കാനല്ലയോ? എന്നിട്ട് ഈ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുങ്ങളെ അയാൾ എന്നതേലും പഠിപ്പിച്ചായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആസ്ട്രോ ഫിസിക്സിൽ ഓണേഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമല്ലേ? എന്നാ മാസല്ലേ? എന്നിട്ട് അയാൾ എന്നാ ഈ ചെയ്യുന്നേ? അയാൾ കണ്ണി കണ്ട ഈ ആശ്രമങ്ങളിലൊക്കെ കയറി എന്നാണ്ട് പുരാണ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞ് തിണ്ടി നടക്കുമല്ലോ സാറ്. പിന്നെ ബോധാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലെ ഈ സന്യാസിനിമാരുടെ മുണ്ട് മാറി ഉടുക്കുമ്പോഴേ അത് എന്നതിനാന്ന് നമുക്ക് മനസ്സിലാവും. ഏതാ? പിന്നെ അത് മാത്രമല്ല, ചെറിയമ്മ, മൈമുന, കോടച്ചി ഇവരോടൊക്കെ രവി എന്നാ ചെയ്തേ? രവി മറ്റേ തരമല്ലയോ ചെയ്തേ? പിന്നെ അതും പോട്ടെ, കുഞ്ഞാമിന എന്ന് പറഞ്ഞൊരു കൊച്ചില്ലേ, ആ കൊച്ചിനെ രവി പഠിപ്പിച്ചില്ലയോ? ആ കൊച്ചിനോട് പോലും രവി എന്നാ ചെയ്തേ? ഈ മറ്റേ തരവാ. ഇന്നാണെങ്കിലേ പോക്സോ കേസാ, അകത്ത് കിടക്കും അവൻ. അതായി പറഞ്ഞു വരുന്നേ. സത്യത്തില് രവി ആ കുടുംബത്തെ കയറ്റാൻ കൊള്ളത്തില്ല. എടാ നേതാവേ, ഓ താനിതൊന്ന് തിരിച്ചാലോചിച്ചേ. അതെങ്ങനെയാ? എടോ, നമ്മുടെ രവിക്ക് കയറാൻ പറ്റിയതല്ല നമ്മുടെ നാട്ടിലെ കുടുംബങ്ങള്. അങ്ങനെ ആലോചിച്ചാ സാർ എന്നാ ഈ പറയുന്നേ? നമുക്ക് ഈ കുടുംബങ്ങളെ കുറിച്ചൊക്കെ ചില സങ്കല്പങ്ങളൊക്കെ ഇല്ലയോ? തെറ്റായ സങ്കല്പങ്ങളാണ് ചേട്ടാ അതൊക്കെ. നമ്മുടെ നാട്ടിലെ ഏത് കുടുംബത്തിലാ സ്വാതന്ത്ര്യം ഉള്ളത്? നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞ ഒരുതരം നരകങ്ങളാണ്, നരകങ്ങൾ. ചേട്ടന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാരാ? ഞങ്ങളൊക്കെ കൂടി ആലോചന. നിങ്ങളൊരു കാര്യം തീരുമാനിച്ച എല്ലാവരും മേലെ അടിച്ചേൽപ്പിക്കുന്ന പേരാണ് ആലോചന. ഞാനിപ്പോ എന്നാ പറയാനാ? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനൊന്നും അല്ല. എടോ, നീയേ ഇപ്പോഴും ആ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെയാണ്. എന്ത് ചെയ്യണമെന്നറിയോ? അതിന്ന് പുറത്ത് വരണം, എന്നിട്ട് നോക്കണം. അന്നേരം നിനക്ക് മനസ്സിലാവൂ എത്ര ക്രൂരമായിട്ടാണ് കുടുംബങ്ങൾ അതിനകത്തുള്ള ആളുകളോട് പെരുമാറുന്നത്. കുടുംബത്തിൽ പോയി
കേട്ടോ. എന്നെ അതിന്റെ സ്റ്റോറിയിലിട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട് നീ ഇവിടെ വന്ന് തുടങ്ങിയോ? നമ്മളെ റോസിയാമ്മ വിട്ടോടാ കൂടെ. അങ്ങനെ ഈ ആഴ്ച ഒരു തീരുമാനം ഉണ്ടായിട്ട് വാ. റോസിച്ചായന്റെ ഭ്രാന്ത് പിടിച്ച. റോസിച്ചായന്റെ ഭ്രാന്ത് അടിച്ചത്. ഇങ്ങ് വന്നേ. നീ വിളിച്ചതാണ് ഇപ്പൊ. നീ മിണ്ടല്ലേ? നീ മിണ്ടല്ലേ? മുട്ടുകാരെ വിളിക്കാൻ തന്നാണല്ലോ. ഭർത്താവിനെ ഞാൻ ഓർക്കുന്നില്ല. റോസായോ നീ മിണ്ടേ? വിജയിച്ചേ റോസായോ എന്താണ് പറഞ്ഞാൽ തരിക്കും കേട്ടോ. എന്നാടാ റോസായോ നീ എന്നാ ഈ പറയാൻ വന്നേ? നീ ഇങ്ങോട്ട് കേറി. ഇങ്ങോട്ട് വേണ്ട. ഇങ്ങോട്ട് കേറ്. കേരള റോസായ ആ ഇവിടെ ഇവിടെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനുമായിട്ടേ ആ എപ്പോഴും വാട്സപ്പ് കൂടെ തന്നെ. നീ എന്നെ ഈ കാണിക്കുന്നത്? അത് മാത്രമല്ല റോസായ ആ കഴിഞ്ഞ ആഴ്ചയെ ആ രണ്ടാളും കൂടി ആ എന്നാ കൂടി കുമരത്ത് പോയേക്കുവാ. ഒരേ നല്ല സ്ഥലം. എവിടെ നിന്നെ പോണേ? നീ എന്നെ ഈ കാണിക്കണേ? നീ കൊച്ചിനെ നീ എന്നാ ഈ കാണിക്കണേ? ഫേസിലാന്നോ? ഏ പിന്നെ നിന്റെ മോനെ കാണിച്ചടി. എടാ എന്നാടാ ഇത്? ആ തിരുമോനെ കാണിച്ചടി. എടാ നീ എന്നാടാ ഈ കാണിക്കണേ? നീ ഒരു മിനിറ്റ് റോസ, ഞാൻ സാധനം കാണിച്ചു കണ്ടോ? ഇതാ കണ്ടോ? അതല്ല എന്നാ ഞാൻ എന്നാ ചെയ്യും റോസ? കർത്താവായി കൂട്ടിച്ചേർത്തത് നമ്മള് മനുഷ്യന്മാരെ വേർപിരിക്കാൻ ഒക്കോ? 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 നീ ഇപ്പൊ എന്നെ ഈ പറഞ്ഞു വരുന്നത്? റോസ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരണം. എടാ 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 ഒരു പെൺകൊച്ച് അവക്ക് അറിയാവുന്ന ഒരുത്തന്റെ കൂടെ ഒന്ന് പുറത്തു പോയാലോ, അല്ലെങ്കിൽ അവരെ ഒന്ന് കണ്ടാലോ ഉടനെ അങ്ങ് അവള് പിഴച്ചൊന്ന് തീരുമാനിക്കുവാന്നോ? എടാ എല്ലാവർക്കും ഉണ്ട് സ്വാതന്ത്ര്യങ്ങൾ. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കാന്നുള്ളതാണ് ഈ പാർട്ണർഷിപ്പിന്റെ അടിസ്ഥാന തത്വം. അങ്ങനെയാണേ എനിക്ക് ചേച്ചി എന്റെ സ്വാതന്ത്ര്യം എടുക്കാവല്ലോ. എന്റെ സ്വാതന്ത്ര്യം എടുക്കാവല്ലോ. പിന്നെന്താ? അപ്പോ ഇവളെ പരാതി പറഞ്ഞോണ്ട് വന്നേക്കരുത്. അതെ അതെ. പിന്നെ ഫാമിലി ലൈഫ് ഒക്കെ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ഈ ഫാമിലി ലൈഫ് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നേ? എന്നെ ഒരു ആട്ടമൊക്കെ ഉണ്ടെന്ന് പറയും. എന്റെ പൊന്നു പെങ്കൊച്ചെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പുരുഷൻ വേട്ടക്കാരനും ആണോ അറിയുള്ളൂ. സ്ത്രീ ഇരയുമായിരിക്കുന്ന ഈ കുടുംബം എന്ന പശ്ചാത്തലം അല്ലെങ്കിൽ സംവിധാനം നമ്മൾ എന്നാത്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നേ? മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഈ സാമൂഹിക ഘടനയെ നമ്മൾ എന്നാത്തിനാ പിന്തുണയ്ക്കുന്നേ? എനിക്ക് മനസ്സിലാവാത്തതാ. എന്റെ പൊന്ന് പ്രോസിച്ചായ പിള്ളേരില്ലായോ? അതിപ്പോ എന്റെ തെറ്റാണോ? അവരുടെ കാര്യമൊക്കെ പിന്നെ ആരാ നോക്കുന്നത്? എനിക്കത് എന്റെ റിച്ചായ പിള്ളേരല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അയ്യേ അയ്യേ അയ്യേ, ഇത് എന്നാടാ ഈ കാണിക്കണത്? കാല് പിടിച്ചിലും മാപ്പ് പറച്ചിലും കോപ്പ്. അതെങ്ങനെയാ 19-ാം നൂറ്റാണ്ടിൽ നമ്മള് എല്ലാരും വണ്ടി കയറിയിട്ടില്ലല്ലോ. പുരുഷാധിപത്യ പാരമ്പര്യം സംരക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഈ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അതിനെ സമ്മതിക്കുകയില്ല. ഒരു മാസം അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? എന്റെ പൊന്നു കൊച്ചെ, നിനക്ക് ഇങ്ങനെ അടിമയായിട്ട് ജീവിക്കാനാ വിധി.
രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്. അപ്പൊ കാണാൻ ഈ കണ്ണി കണ്ട ഡയലോഗ് വരുന്നില്ല. കണ്ണി കണ്ട മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതിൽ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? പ്രോത്സാഹ മതി, നിർത്ത്. ഞങ്ങൾ എങ്ങനെയാലും ജീവിച്ചോ. ആദ്യേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തെ ഉണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾ നാട്ടുകാരാൻ മാറ്റും. അല്ല പിന്നെ ഇതെന്നെ എന്തെങ്കിലും നോക്കണേ. പോവാ നമുക്ക്. എന്റെ കുമരൻ കൊണ്ടോ മോനെ പ്രോസി, നിനക്ക് എന്നാ പറ്റി മോനെ? നീ എന്നാ വർത്തമാനായി പറയുന്നേ? എനിക്ക് എന്നാ പറ്റാനാ? അമ്മച്ചിയുടെ പണി എടുത്താട്ടെ. നീ എന്നാത്തിന് എന്തെങ്കിലും നോക്കണം. വിജയേ ഒന്നെങ്കി വന്നേ. നീ വാടി. അല്ല ഒന്നെങ്കി വന്നോടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും മറ്റൊരു പുരുഷനോട് തോന്നിയ പ്രണയം നിനക്ക് തുറന്നു പറയാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ അമ്മച്ചിക്ക് ഭ്രാന്താണോ? ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടായിരുന്ന പിന്നെ ഞങ്ങളുടെ കുടുംബജീവിതം ഉണ്ടാകുമോ? അല്ല അപ്പൊ പിന്നെ നിനക്ക് തോന്നിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് എന്നാ പറയാൻ പറ്റാഞ്ഞേ? എന്നാ പറ്റാഞ്ഞേ? അതാ ഞാൻ പറയുന്നേ. ഈ നമ്മുടെ സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും പിന്നെ ഈ ശാരീരികമായ ആവശ്യങ്ങളെയും ഒക്കെ ഈ അടിച്ചമർത്തുന്ന ഒരു സംവിധാനം ആ കുടുംബം. ഈ അതിന്റെ ഭീമൻ പല്ലുകളിലെ നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കുക. പിന്നെ എങ്ങനെയാ ഇത് ശരിയാവും? പപ്പ പറയണ കൊറേ കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വർക്കാവോന്നാ? എങ്ങനെ വർക്കാവാതെ ശരിയാവോ? അതായത് മോളെ, അപ്പച്ചൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടപെട്ട് വരുമല്ലോ. ഇങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ എന്നാ സംഭവിക്കുമെന്നാ? ഈ സമൂഹത്തിലെ പഴഞ്ചൻ രീതികളൊക്കെ ഇങ്ങനെ അങ്ങ് നിലനിൽക്കത്തില്ലേ? അതൊക്കെ മാറ്റാനല്ലേ അപ്പച്ചൻ ഇങ്ങനെ ഇടപെടുന്നത്? അതെ, എന്റെ ബർത്ത്ഡേ വരാൻ പോകുന്നു. അത് പിന്നെ അപ്പച്ചൻ അറിയാമേ. അത് ഗംഭീരാക്കുവാണ് മാത്രം ഞാൻ അപ്പച്ചന്റെ കൂടെ. അപ്പൊ പിന്നെ മോക്ക് അപ്പച്ചന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. ഏതാ ബർത്ത്ഡേ അപ്പച്ചനായിട്ട് അങ്ങ് അടിച്ച് പൊളിക്കും. എല്ലാം ശരിയാക്കി തരാട്ടോ.
ശ്രദ്ധിക്കണം കേട്ടോ. ഈ എല്ലാരും കാണാലോ. ഞാൻ വളരെ ഗൗരവമായ ഒരു കാര്യം പറയാൻ പോവാണ്. എനിക്ക് മനസ്സിലായി, എന്റെ ബർത്ത്ഡേ സർപ്രൈസ് അല്ലേ? പറയാം. ഞാനൊരു സുപ്രധാനമായ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. പ്രോത്താസി സാറ്റുകടമ്പൻ എന്ന ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾ മുമ്പാകെ ഉത്തമ ബോധ്യത്തോടെ നടത്തുന്ന സത്യപ്രഖ്യാപനം. ഇന്ന് എൻ്റെ ഇളയ മകൾ അൽഫോൺസോ കൊച്ചിനും 18 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ അത് എത്തിക്കഴിഞ്ഞു. ഇനി ഈ സംവിധാനം ഇങ്ങനെ നിലനിൽക്കണമെന്നില്ല. ഇവിടെയുള്ള നമ്മൾ 5 പേരും ഇനി സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള അവസരവും ഇനി ഉണ്ടാവും. അതുകൊണ്ട് ഈ കുടുംബം ഞാൻ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കും. എന്റെ കർത്താവേ, പിരിച്ചുവിട്ടേ പിന്നെ അവന് തിരക്കോട് തിരക്ക് തന്നെ. കഴിഞ്ഞ ദിവസം നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തില് കുടുംബമായിട്ട് രമ്യതയിലെത്താൻ അവനോട് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു പോലും പാർട്ടി പഴഞ്ചനാണെന്നും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു വേലയും കൽപ്പിക്കുന്നില്ലെന്നും അവനങ്ങ് കയറി ചാർത്തി പോലും. എന്നാ പറയാനാ, ഇപ്പൊ പാർട്ടിയും മെമ്പർ സ്ഥാനവും ഒക്കെ രാജിവെച്ചോണ്ട് അവൻ ചർച്ചിച്ചോണ്ട് നടക്കുവാ. തൃശ്ശൂർക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുക. ബുദ്ധിജീവികളുമായിട്ട് ചർച്ചിക്കാൻ. എന്നാ പറഞ്ഞാലും ഒരു ചർച്ചയാന്നേ. കഴിഞ്ഞ ദിവസം പഞ്ചസാര തീർന്നു ക്ലോസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞപ്പം അവൻ എന്നോട് പറയുവാ, അതങ്ങനെ ഒറ്റയ്ക്കൊന്നും തീരുമാനിക്കാൻ ഒക്കത്തില്ല അമ്മച്ചിയെ, ചർച്ചയ്ക്ക് വെക്കണം, ഭൂരിപക്ഷ അഭിപ്രായത്തിന് പാസ്സാക്കണം, എന്നിട്ടൊക്കെ പറ്റത്തുള്ളൂന്നേ. എന്നതാ ഇത്? എന്നാ പറഞ്ഞാലും ഒരു ചർച്ച 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 ചർച്ച. കുടുംബം പിരിച്ചുവിടുന്നതിന്റെ മുന്നേ തന്നെ ആകെ കിളി പോയൊരു മട്ടായിരുന്നു. ഈ ഖസാക്കിന്റെ ഇതിഹാസവും അതിന്റെ നിരൂപണങ്ങളൊക്കെ അങ്ങേര് വായിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ എന്റെ സ്വസ്ഥത ഉറക്കവും ഒക്കെ പോയതാ. ഇപ്പൊ മനുഷ്യന് മനസ്സിലാവാത്ത എന്തൊക്കെയോ ആണ് അങ്ങേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ അങ്ങേര് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ചർച്ചയില്ല, ഭൂരിപക്ഷവും വേണ്ട, എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കും. ഈ സ്വാതന്ത്ര്യം ഒരു ഏകാധിപത്യം പോലാണ് അങ്ങേർക്ക്. ഞാൻ പിന്നെ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോ എങ്ങാനും പ്രോത്സാഹൻ നന്നായല്ലോ.
ഒരു ബിഗ് ബോസ് പോലെയാ. പപ്പ തന്നെ ബിഗ് ബോസ്. ഞാനിതില് പപ്പയ്ക്ക് കണ്ട സപ്പോർട്ടാ. എല്ലാരും ടെൻഷനിലാന്ന് അറിയാവുന്നോണ്ട് ഒരു വീക്കെൻഡ് ടാസ്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. മിക്കവാറും അതൊരു ഗെയിമായിരിക്കും. ഇടി അമ്മച്ചി എന്തി? അമ്മച്ചി വന്നോളൂ, നമുക്ക് തുടങ്ങാം. ആ അപ്പൊ നമ്മളിന്നൊരു ടാസ്ക് കളിക്കുക. ടാസ്കിന്റെ പേരെന്നാന്നറിയോ? അങ്ങനെയായിരുന്നെങ്കിൽ. എന്നാ ടാസ്കിന്റെ പേര്? അങ്ങനെയായിരുന്നെങ്കിൽ. എന്റെ കയ്യിലൊരു പെട്ടിയുണ്ട്. ഇതിൽ കുറെ സാധ്യതാവാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോരുത്തരും ഓരോന്നെടുത്ത് അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് വായിച്ച് അമ്മച്ചിയെ ചിരിപ്പിക്കണം. ഇതാണ് ടാസ്ക്. അൽഫോൺസോ കോച്ച് തന്നെ ആദ്യത്തെ എടുത്താട്ടെ. ആ വായിച്ചാട്ടെ. പട്ടിയുടെ പേര് പശു എന്നും പശുവിന്റെ പേര് പട്ടി എന്നുമായിരുന്നു. എന്നാ വ്യത്യാസം ഉണ്ടാവാനാ? ആ പശുവിന്റെ മോനെ എന്നത് തെറി വിളിയും. ഓ എന്റെ നായിന്റെ മോളെ എന്നത് ഡീസന്റ് ആവുമായിരുന്നു. നീ പശു ഷോ കാണിക്കല്ലേ? പട്ടി നമ്മുടെ മാതാവാണ്. പട്ടീനെ പൂജിക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നു. എന്നാലേ ഇനി നീ ഒന്ന് എടുക്ക. നീ ഒന്ന് എടുക്ക. വായിക്കമ്മേ. പഴയ കാലത്തേക്ക് തിരിച്ചുപോയി ഒരു സംഭവം തിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എന്നാലും ഞാൻ ആഗ്രഹിക്കും ഇത് നടക്കണേന്ന്. ഒരു കാര്യം തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മയുടെ കല്യാണമായിരിക്കും. നിനക്കൊന്നും അറിയത്തില്ല. എന്റെ ഡിഗ്രിയുടെ അപേക്ഷാ ഫോർത്തിലാണ് ഞാൻ തിരുത്താൻ പോകുന്നത്. അതില് ബികോം എന്ന് എഴുതിയത് മാറ്റിയിട്ട് BA മലയാളവും നോക്കും. എന്നിട്ട് ഖസാക്കിന്റെ ഇതിഹാസവും അതിന്റെ നിരൂപണങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചൊക്കെ പഠിക്കും. എന്നിട്ട് വലിയൊരു ബുദ്ധിജീവിയാകും. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ചായം കുടുംബം പിരിച്ചുവിട്ടപ്പോ എനിക്കത് കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റിയേനെ. അമ്മമ്മ വേണ്ട അമ്മമ്മ, വീട്ടമ്മമ്മ. കൊച്ച് അതെന്തോരം വിഷമിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നാ അമ്മച്ചി ഇത്?
ചൂടാ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, രാവിലെ ഈ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചു. അതിനകത്തൊരു സംഗതി ഉണ്ട്. ഞാൻ വായിച്ചതാ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താന്ന് പറയും? സായന്തനങ്ങളുടെ അച്ഛ, മന്ദാരത്തിന്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂട് വിട്ട് ഞാൻ യാത്രയാണ്. എല്ലാം മനസ്സിലായോ? ഇതിന്റെ ഒരു ഭാഗാ, മനസ്സിലായല്ല. ഞാൻ ഒരുപാട് തവണ വായിച്ചു, പക്ഷെ എന്നാ ഒരു എഴുത്ത വയലാറ് അല്ല, അത് കുറെ പറഞ്ഞതല്ലേ. സായന്തനങ്ങളുടെ അച്ഛ, മന്ദാരത്തിന്റെ ഇലകൾ ചേർത്ത് തുന്നിയ. അങ്ങനെ ഒരു മന്ദാരത്തിന്റെ അല്ല. മന്ദാരത്തിന്റെ ഇല എന്ന് പറയുമ്പോ ഇവിടുത്തെ എന്റെ നാട്ടിൽ വെക്കാം. ഇതൂടെ കൊണ്ടു. അല്ല, ഇതും കൂടെ ഒന്ന് വിച്ചാട്ടെ. നമുക്ക് സ്വാതന്ത്ര്യം അല്ലേ ചേട്ടായി വലുത്? തന്നെ അങ്ങോട്ട് തിരിച്ചോണ്ടാ മതി. എളുപ്പല്ലേ? ഇതൊന്നും അറിയത്തില്ലേ? അല്ല, അറിയാത്തോണ്ടല്ല. ഇതിപ്പോ എങ്ങനെ അറിയാൻ മേല, അതാ. വിജയേ, ഈ സത്യത്തിൽ പണ്ടത്തേക്കാൾ എത്രയോ സ്വാതന്ത്ര്യമുള്ളൊരു അവസ്ഥയിലാണ് വിജി. ഈ കുടുംബത്തിന്റെ കെട്ടുപാടുകളൊന്നും ഇപ്പോഴില്ലല്ലോ. പിന്നെ ഈ സുഗന്ധം പറഞ്ഞു വന്നതേ, പിന്നെ ഈ ശാരീരികമായ ആവശ്യങ്ങൾ, അതെനിക്കും ഇല്ലേ. ഇങ്ങനെ പേടിച്ചാലോ? പോയി കിടന്ന് ഉറങ്ങു മനുഷ്യ. എന്നെ പൊന്നു വിജി, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമില്ല. ഈ സാമൂഹ്യ ജീവിത പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണത്തിൽ പങ്കാളിയായി എന്നുള്ളതിലേ വിജിക്ക് അഭിമാനിക്കാം. വിജി എന്നാ ഒന്നും പറയാത്തെ? ഇതൊന്നും പറയുന്നില്ലല്ലോ. അത് എന്നാ ചൂടാതെ. അയ്യോ, കരയോ കരയോ? എന്നതിനാ ഈ കരയണേ? കരയേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ വിജയേ. ഈ കുടുംബം എന്ന ഈ വ്യവസ്ഥക്കകത്ത് പെട്ട എല്ലാ മനുഷ്യരുടെയും മോചനത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിന് മുമ്പെയാണ്, ഇതെന്നെ ഇങ്ങനെ പറയണേ, മുമ്പെയാണ് നമ്മൾ നടക്കുന്നത്. തലമുറകൾ നമ്മുടെ പേര് ഓർത്തു വെക്കും. എനിക്കിതൊന്നും അറിയാൻ മേലേട്ടാ. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. അല്ല, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലാതായി എന്ന് വെച്ച് ശാരീരികമായി അകന്ന് കഴിയേണ്ട കാര്യമൊന്നും ഇല്ലത്. ഈ ഉഭയസമ്മതപ്രകാരമാണെങ്കിൽ ഇത് തെറ്റല്ല. പരിചയമില്ലാത്തവര് പോലും ഇതൊക്കെ ചെയ്യുന്നില്ലേ? ആ ഇല്ലേ? ഉണ്ടല്ലോ. അല്ല, വിജയൊന്നും പറഞ്ഞില്ലേ? വേണോ? ചേട്ടായി എഴുന്നേറ്റേ. കണ്ണാടി. ഈ മുറിയുടെ അവകാശം ഇപ്പൊ ആരാന്ന് എനിക്കറിയത്തില്ല. ചേട്ടായി ആണെങ്കിൽ ഞാൻ ഇപ്പൊ ഇറങ്ങി പുറത്തു പോകും. അല്ലെ ചേട്ടായി ഇറങ്ങി പുറത്തു പോ. അല്ല, അത് ഞാനായത്. അതിനെന്നാ പറഞ്ഞ പോലെ അങ്ങേരുടെ ഒരു കുടുംബം പിരിച്ചുവിടലും മാങ്ങാത്തൊലി.
എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സാമൂഹ്യ വ്യവസ്ഥ എന്ന സാംസ്കാരിക തടവറ ഭേദിച്ച് പുറത്തു വന്ന 4 ആത്മാക്കൾ ഒരുക്കിയ അനന്യമായ ഇടമാണ് നമ്മളിടം. ലവിംഗ് സേജസ്, ഫ്രീ ഫ്രം കേജസ്, ഹാപ്പിനെസ് പേജസ്. നമ്മളിടം, അതാണ് ഇവരുടെ സ്ലോഗൻ. കുടുംബത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും വിമോചിതരായ 3 പേരും ഒരു പുത്തൻ സഖാവും ചേർന്ന 4 സംഘമാണ് നമ്മളിടം. പൊതുധാരാ ജീവിതങ്ങളുടെ സങ്കുചിത ചട്ടക്കൂടുകളിൽ നിന്നും വിമോചിതരായ നമ്മളിടം മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളികളാണ്. ഇതാ ഇവിടെ അവർ നമുക്കിടയിലും സജീവമാകുന്നു. പഞ്ചാരത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എന്നാ കറണ്ട് പോയോ? നന്നായിരുന്നു. ഹൃദയൻ ചേട്ടൻ എന്നാ അവളോട് ചെയ്തേ? അല്ല, ഹൃദയൻ ചേട്ടൻ എന്നാ അവളോട് ചെയ്തേ? ഞാനെന്ത് ചെയ്യാൻ? അല്ലേ, ഏതാണ്ട് മറ്റേ തരം ചെയ്തെന്നാണല്ലോ അവള് പറയണേ. ആര് പറയുന്നത്? ഇതള് എന്നോട് പറഞ്ഞ? ആ, അതിന് ഞങ്ങള് തമ്മിൽ നല്ല ബന്ധമാണല്ലോ. ഓ, അതൊക്കെ കൺസെന്റ് ഉള്ളപ്പോഴല്ലേ? അവള് പറയുന്നതേ, അവള് മെന്റലി പ്രിപ്പയർഡ് അല്ലാത്ത സമയത്ത് എന്തോ ചെയ്തെന്നാ. നീ ഇതെന്തെന്നല്ല ആന്നടാ ഈ പറയുന്നത്? ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് നിനക്ക് ഒരു മാറ്റവും ഇല്ല. നന്നായിക്കൂടെ നിനക്ക്? ഓർഡർ ഓർഡർ. ഇതളെ, നീയേ ആ പ്രോസിനോട് എന്തേലും പറഞ്ഞിരുന്നാ? നല്ല ആളോടാ പറയുന്നത്. അയാൾ അന്ന് ആശാ സമരക്കാർക്ക് നമ്മൾ സ്വീകരണം ഒരുക്കിയില്ലേ, അന്ന് ഫുൾ ഡേ ലൈബ്രറിയിലായിരുന്നു. ഞാൻ പോയി വിളിച്ചു. അപ്പൊ അയാൾ പറയാ എനിക്ക് വായിക്കാനുണ്ട്. അതിനെ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്ന ഒരു സ്വതന്ത്ര ഇടത്തിനെ പറ്റിയുള്ള ആലോചന ഒന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി അയാൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയാളെ വലിയ വാരി ഞാൻ കുടുംബം പിരിച്ചു വിട്ടു എന്നൊക്കെ ഇവിടെ വന്ന് പറയും. സത്യത്തിൽ അതിൽ അയാൾക്ക് നല്ല സങ്കടവും. അതൊരു കാര്യം, അത് അയാളുടെ പേഴ്സണൽ കാര്യം, അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ഈ കുടുംബം എന്ന് പറയുന്നതിന്റെ അപ്പുറത്തൊരു ലോകമുണ്ട്. അവിടെയും വ്യത്യസ്തമായ ഇടങ്ങളുണ്ട്, ആളുകളുണ്ട് എന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു വിശാലത അയാൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അവനവൻ മാത്രമാണ് ശരി എന്നാണ് ഇവിടെ വന്നതിന് ശേഷവും അയാൾ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ. നേരത്തെ
പറഞ്ഞ വിഷയത്തില് ആനന്ദേട്ടൻ വരുമ്പോഴേക്കും കുറച്ച് പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കാനുണ്ട്. എന്നാ അവരിവിടം വിട്ടങ്ങ് പോയത്? കോളേജ് പഠിക്കുമ്പോഴേ ഹൃദയേട്ടൻ അങ്ങനെ ആയിരുന്നു. പാതി പറയും, ബാക്കി പാതി നമ്മൾ ആലോചിച്ച് കണ്ടെത്തണം. കേൾക്കണോ? ക്ലാസ്സില് BA മലയാളത്തിന് ഓർ മാത്രം തോറ്റത്. അപ്പോഴും ഓർ എന്താ പറയുന്ന വ്യവസ്ഥിതിക്ക് പുറത്തുള്ള അറിവാ ഓറേന്ന്. ഓരോ വേഷവും ഭാവവും ഒക്കെ അന്നൊരു ബുദ്ധിജീവിനെ പോലെ തന്നെയായിരുന്നു. അനക്കാണ് അങ്ങനത്തെ കുപ്പായൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു പരിസ്ഥിതി സമരത്തിനും പിന്നെ ഈ പശ്ചിമഘട്ട സമരവും ആദിവാസി ഭൂസമരവും അതിലെല്ലാം പങ്കെടുത്തിനെന്ന്. അതും കൂടി അങ്ങ് കേട്ടപ്പോ ആരാധനയൊന്ന് കൂടി. ഫസ്റ്റ് നൈറ്റിന് ഓരെന്താ പറഞ്ഞറിയാം, ഈ ലോകക്രമം അത് തിരിച്ചിടാൻ വേണ്ടിട്ടാ പോലെ ഒരു കല്യാണം കഴിച്ചതെന്ന് ആരെങ്കിലും ഇങ്ങനെയല്ലേ പറയാ? അതൊന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പൊ ഒരു കാര്യം പറഞ്ഞത്, ഈ ആണുങ്ങൾ പുറത്തു പോയി ജോലി ചെയ്യുകയും പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുകയും ചെയ്യുന്ന ആ ലോകക്രമം അത് തിരിച്ചിടാൻ വേണ്ടിട്ടാ പോലും ഒരു കല്യാണം കഴിച്ചതെന്ന്. നീ ജോലിക്ക് പോകുന്നു, ഞാൻ വീട്ടിലിരിക്കുന്നു, അങ്ങനെ മതി. അനക്ക് ആദ്യേ അറിയാനു ഓർക്ക് വീടും വീട്ടുകാര്യങ്ങളും മാത്രം നോക്കിയിട്ട് അങ്ങനെ ഒന്നും ഇരിക്കാനൊന്നും കഴിയൂലായിരുന്നു. എന്നാലും ഹൃദയേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാനതിന് സമ്മതിച്ച്. അതുകൊണ്ട് എനിക്ക് വേറെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. ഓറിപ്പോയിടുന്ന് മാറി നിൽക്കുമ്പോ ഞാനല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അനക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്നേ. ഞാനതിന് കുറ്റം പറയും. കൃഷ്ണേന്ദു ജനിക്കുന്ന സമയത്ത് അച്ഛന് നല്ല മാനസികമൊക്കെ ഉണ്ടായിരുന്നേ. അയാൾ വലിയ സാഹിത്യകാരനൊക്കെ ആവുമെന്ന് അച്ഛനങ്ങനെ വിചാരിച്ചു. ഏതോ ലൈബ്രറിയിൽ പോയി അയാള് ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ വായിച്ചത്രേ. നമുക്ക് അതോടെ പറ്റി അതിലുള്ള ദേവി ഇയാളെ കയറി അത് ബാധിച്ചു. ഇതൊക്കെ അവിടെ ദേവിയെ പോലെ ഇതൊക്കെ അക്ഷരം ഇയാൾ വായിച്ചിട്ടില്ലേട്ടോ. അക്കാദിമാർക്കിലെ പിച്ചക്കാരെ പോലെ കിടക്കും. എന്റെ ഒരേ ഒരു മോളാ സാർ. കൊച്ചിനെ എന്റെ വലിയ പ്രയാസം കണ്ടാ അവള് വളർന്നു. അറിയാനാണ് വഴക്കും വക്കാണൊക്കെ ആയിട്ട് ആകെ മൊത്തം ഒരു സമാധാനം ഇല്ലായിരുന്നു. കൊച്ചിനാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞാലും സങ്കടപ്പെട്ടാലൊക്കെ അങ്ങനെയാ പ്രളയകാലത്ത് എല്ലാരും സങ്കടപ്പെട്ടിരിക്കുമ്പോ നമ്മൾ മാത്രം എങ്ങനെയാ അമ്മച്ചി സമാധാനായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞൊരൊറ്റ പോക്ക് പോയതാ. പിന്നെ ഞാൻ അവളെ ടിവിയിലും പത്രത്തിലൊക്കെ സാറെ കാണുന്നു. എന്റെ കൊച്ചിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് അഭിമാനം. ആരുമില്ലാത്തവർക്കും ഒറ്റപ്പെട്ടവർക്കൊക്കെ ഒരു കൂട്ടാ സാറ്. ഒന്നുമില്ലല്ലോ, നാടിന് ഗുണമുള്ള കാര്യങ്ങളാ സാറേ എന്റെ കൊച്ചു ചെയ്യുന്നേ. അല്ല, അവരിനി തിരിച്ചു വന്ന നിങ്ങളെ കൂടെ കൂട്ടു. മോള് ഡൽഹിയിൽ പഠിപ്പിക്കാൻ കുറച്ച് കാശ് വേണ്ടി വരും. അപ്പോ ലോണിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ബാങ്ക് പോവാൻ നിന്നതാ. അപ്പോഴാണ് കോറി മുതലാളിന്റെ ആളുകൾ കുറച്ച് പൈസയും കൊണ്ട് വീട്ടിൽ കയറി വന്നത്. ഹൃദയട്ടെ അപ്പൊ തന്നെ ഒരു വീട്ടിൽ നാട്ടിലിറക്കി.
പിന്നെ ആകെ ബഹളവും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ നിന്ന ജീവൻ എന്നെ ഭീഷണിയാവുന്ന്. നേരെ ഞാൻ അവരോട് പറഞ്ഞു ഇവിടുന്ന് മാറി നിന്നോന്ന്. അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ഓരോടുന്ന് പോയേ. അല്ല ഇതെല്ലാം ചോദിക്കും നിങ്ങളാരാ? ഇനിയിപ്പോ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ നിക്കാലോ. ഒന്നും ചെയ്യണ്ട, സാഹിത്യം പോടാനുള്ള അവസരം ഇവിടെയും ചെയ്തു കൊടുക്കാമെന്നല്ലാതെ എന്താ ചെയ്യാ? ഈ ഭക്തി സാഹിത്യാന്നോ ഉള്ളേ, സംഘാത്തിനും ഭജനക്കും ഇവിടുന്ന് പോവാലോ. ല്ലേ? പോവാ. ഓ അവൾ ഇന്ന് വന്നോട്ടെ സാറേ. ഈ നാട് മുഴുവൻ അവിടെ വീടാ. പിന്നെ കുറെ കാലമായില്ലോ സാറേ നിങ്ങൾ ആണുങ്ങൾ വലിയ വായിൽ കുറെ വർത്താനം പറയും. ഇനി കുറച്ച് പെണ്ണുങ്ങളും പറയും. ഹൃദയം ചേട്ടൻ സത്യത്തിൽ ഇവിടെ അല്ല വേണ്ടത്. പിന്നെ ഹേമലത ടീച്ചറിന്റെ കൂടെ വീട്ടിലേക്ക്. നീ എന്തിനാന്നടോ ഈ രഹസ്യമായിട്ട് ആവശ്യമില്ലാണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കയറി തലയിടുന്നത്? അതിപ്പോ പിന്നെ നിങ്ങൾ ആരാന്നൊക്കെ ഞാൻ അറിയണ്ടായോ? അറിഞ്ഞിട്ടോ? എന്റെ പൊന്ന് ഹൃദയം ചേട്ടൻ ഹേമലത ടീച്ചറിന്റെ വീട്ടിലോട്ട് അങ്ങ് ചെല്ല്. എന്നിട്ട് ടീച്ചർക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് ടീച്ചറെ സഹായിച്ചൊക്കെ അങ്ങ് ജീവിക്കും. ഞാൻ എന്തായാലും ഈ നമ്മളിടം പിരിച്ചുവിടാൻ പോകും. എടോ, ഈ നമ്മളിടത്തിനെ പറ്റി ആലോചിച്ചിട്ടേ ഈ വല്ലാണ്ട് അങ്ങ് ആശങ്കപ്പെടണ്ട. ആനന്ദേട്ടൻ കുറച്ച് കഴിഞ്ഞെങ്കിൽ വരും, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. പിന്നെ ഞാൻ എവിടെ പോണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തൽക്കാലം ഇപ്പം എൻ്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ എൻ്റെ പാട് നോക്കിയിട്ട് പോ. വൈവൈ കൃഷ്ണേന്ദു സാറേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇതെന്തൊരു അധികാരസ്വരം എന്റെ അടുത്ത് വേണ്ടട്ടാ. എടാ ഈ സ്വരം പോലും നിന്നോട് പറ്റില്ല എന്ന് എനിക്ക് അറിയണം നായിന്റെ മോനെ. എടാ നീ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പിന്നെ നീ എങ്ങനെയാണോ അതിലെ വാചകങ്ങൾ ഇങ്ങനെ വായിച്ച് എത്ര കാലമായിടോ ഒരേ സാധനം തന്നെ വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്നു? അതിപ്പോ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുമ്പോ പ്രോസീ നമ്മള്. നീ ഒരുമാതിരി കോപ്പ് വർത്താനം പറയരുത്. നീ ഖസാക്കിന്റെ ഇതിഹാസം അല്ലാതെ വേറെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇല്ല, എനിക്കറിയാം. എടാ നിനക്ക് ഈ ATM ന്ന് പൈസ എടുക്കാൻ അറിയോ? ഒരു നല്ല മീൻകറി ഉണ്ടാക്കാൻ അറിയോ? നീ കൂടുതൽ വർത്താനൊന്നും പറയല്ലേ. സാഹിത്യം എന്നെങ്ങാനും നീ ഇനി ഒരു വാക്കും ഇന്ത്യ പ്രോത്താസിസ് ആരാന്ന് നീ ഇന്ന് അറിയും. എടാ മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും നിനക്ക് അറിയണം. പരനാറി നീയല്ലേ പറഞ്ഞത് ശരീരം കള്ളമാണെന്നോ? ഒരു തള്ളു തള്ളുന്നത്
എന്റെ തള്ള നീ ഊഞ്ഞാലാണല്ലേ എടാ നീ വല്ലാതെ വർത്താനം ഒന്നും പറയണ്ട. ഞാനേ ആ അഷ്ടമൂർത്തിയെ കണ്ട് കുറച്ച് പൈസയും കൊടുത്തേ ഒരു ഊബർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഊബറിങ് വരും. അപ്പൊ നീ വല്ലാതെ ഊഞ്ഞാലാടാതെ ഊബറിൽ കയറി അങ്ങ് പോ. നീ ഒരുമാതിരി വല്ലാതെ മധുരമൊന്നും ഇല്ല. നീ വല്ലാതെ ഊബറിങ് വരും. നിന്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലേ അത് പെറുക്കി എടുത്തോ, എന്നിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്കൂ സാറേ. കുട്ടിക്കാലത്ത് അപ്പം പറഞ്ഞേ എന്നെ കാണാൻ ഖസാക്കിലെ രവിയെ പോലെയാണ്. ഞാനും വിചാരിച്ചു തോന്നിയാൽ നടക്കാൻ. കുറെ കാലം കഴിഞ്ഞപ്പോഴേക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ഭാര്യയൊക്കെ കൂട്ടി തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനെ ഇങ്ങോട്ട് നടക്കുമ്പോ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കുടുംബമായിട്ട് നടക്കണം. പക്ഷെ പണി ഇല്ലാത്തവർക്ക് ആരുടെ പെണ്ണില്ല. അത് ഞാൻ കാര്യം ചോക്കട്ടെ, എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പറയാം. നീ ഇപ്പൊ എന്നെ അറിയില്ല, നീ ഇപ്പൊ എന്നെ പോലെ അവനായിട്ട് ഇവിടെ വന്നില്ലേ? അത് പറ. എടാ കോപ്പേ, നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ല. നീയേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഊബർ വരും, സാധനങ്ങളൊക്കെ എടുത്ത് പോവാ നോക്ക്. ചെലി 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 സ്ഥലം കാലിയാക്ക് പൊന്നതാറി. അഷ്ടമൂർത്തി എന്റെ ചേട്ടനാണ് സമ്മതിച്ചു. പക്ഷെ അയാളടുത്തേക്ക് ഞാൻ പോയില്ല, അയാൾ എന്നെ അങ്ങനെ പിഴിയും. അതാണ് പ്രശ്നം. സാധനം ഇട്. എടുക്കാനോ? അതിനെന്തിനാ ഇങ്ങനെ ബലത്ത് പറഞ്ഞ പതുക്കെ പറഞ്ഞ പോരെ? ഇനി എന്റെ ഒരു സാധനവും ഇല്ലടാ. അല്ല ഇതാണ് ആനന്ദേട്ടൻ. ആനന്ദേട്ടനാണ് നമ്മളുടെ ഉണ്ടാക്കിയത്, നീയല്ല. നീയെന്തോ നമ്മളുടെ പിരിച്ചുവിടാൻ പോവാന്നൊക്കെ കണ്ടുല്ലോ. ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്തത് ഇതേപോലെയുള്ള ഭക്ഷണത്തരങ്ങളൊക്കെ പിരിച്ചുവിടുന്നതല്ലേ നല്ലത്. എടാ പ്രോസി, അധികാരത്തിന് വേണ്ടി തരാതരം പോലെ രാഷ്ട്രീയവും ഗ്രൂപ്പും മാറുന്നവർക്ക് ചേർന്നല്ലടാ നമ്മളിടം. സ്വതന്ത്രമായി ചിന്തിക്കുന്ന വിചാരശീലരുടെ സമാന്തര ഇടമാണ് നമ്മളിടം. കക്ഷി രാഷ്ട്രീയക്കാർക്കും കക്ഷി രാഷ്ട്രീയക്കാർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ ഇതുപോലുള്ള ഉടായ്പ ബുദ്ധിജീവികൾ, കാപാടന്മാര് എന്നിവിടെ കയറി അന്ന് ഇതിനെ കുറിച്ച് ഇപ്പൊ മോശം പറഞ്ഞു തുടങ്ങിയതാണ്. എടാ, സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികളിലൂടെ പോയവർ അവരുണ്ടാക്കിയ സമാന്തര ഇടങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അത് നിനക്ക് മനസ്സിലാവില്ല, നിന്റെ കക്ഷി രാഷ്ട്രീയത്തിന് മനസ്സിലാവില്ല, നിന്റെ ഗ്രൂപ്പുകൾക്ക് മനസ്സിലാവില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന നിങ്ങളാണോ ഇതൊക്കെ? കായികമായി നേരിട്ടും നിലനിൽക്കുന്ന മൂല്യങ്ങളാണ് സനാതനം എന്ന് കരുതി നിന്നെ പോലുള്ളവർക്ക് ചിലപ്പോ ഈ ചന്തുമേനേക്കാളും പഴഞ്ചറയുടെ ഇതിഹാസങ്ങൾ മഹാ ഇതിഹാസങ്ങളായി തോന്നും. അതല്ല നമ്മുടെ കാലത്തെ ഇതിഹാസം, മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവാത്തത് നിന്റെ കക്ഷി രാഷ്ട്രീയ ഇടുങ്ങിയ ബോധം കൊണ്ട്. അതിനാൽ നീ പണി നിർത്തി, നിനക്ക് പറ്റിയതല്ല ഇത് ആദ്യം മനസ്സിലാക്കും. ഞാൻ എന്നതാണേലും ഈ നമ്മളിടം പിരിച്ചുവിടാൻ പോവാ. നീ പിരിച്ചുവിടും. നിനക്ക് അതേ അറിയുള്ളൂ. ഇന്നും കൂടി രാവിലെ കേട്ടില്ലേ, വളരും തോറും പിളരും, പിളരും തോറും വളരും. അത് തന്നെയാണ് നിന്റെ രാഷ്ട്രീയം. അതിനപ്പുറം നിനക്ക് എന്തുണ്ട്? അതിനപ്പുറം നിനക്ക് എന്തറിയും? ആനന്ദേട്ട, ഇയാളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാളെ റേഷനിക്കാരന് പരമ ബോറനുമാണ്. കുടുംബത്തിനപ്പുറത്ത് യാതൊന്നും ഇല്ലാന്നാണ് ഇവൻ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് എന്താണോ എന്റെ വീട്ടിൽ പോകാൻ അവകാശം? എന്റെ ഇവിടെ വിചാരണ വേണ്ട. അതുകൊണ്ട് ഇത് നമ്മൾ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം വയ്ക്കാം. ആരെവിടെ പോയാലും ഞാൻ നമ്മുടെ അടുത്ത് തുടങ്ങി. വ്യവസ്ഥകൾക്ക് അപ്പുറം നോക്കി കാണാൻ കഴിയാത്തവരോടൊപ്പം എനിക്ക് ഒത്തുപോകാനാവില്ല. അതൊക്കെ എല്ലാവർക്കും അസൗകര്യമാണ്. ഞാനൊരു നിർദ്ദേശം വയ്ക്കാം. ഇവരെ പുറത്താക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും സഹവർത്തിയോടെ ജീവിക്കാണ്, പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്നവർ ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് പോകാം. മാത്രമല്ല, നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ബുദ്ധിജീവിതം എന്ന് പറയുന്നത് പലരും പരിഹസിക്കുന്നുണ്ട്. അതിന് വിപുലമായ അർത്ഥമുണ്ട്. നീ കണ്ട ഇതുപോലെ കപട ബുദ്ധിജീവികളെയാണ് ഈ താടി വളർത്തുന്ന വിവരദോഷികളെ, കപട ബുദ്ധിജീവികളെ.
ബുദ്ധിജീവികൾക്ക് അതിലേറെ സാമൂഹ്യ ധർമ്മമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എന്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ തുടരുന്നവർക്ക് തുടരാം, അല്ലാത്തവർക്ക് പോകാം. വിതറവ് എന്നല്ലേ നമ്മുടെ ആചാര്യൻ മാർക്സ് പറഞ്ഞിട്ടുള്ളത്? അതായത് സ്വയം ഉണ്ടായതെല്ലാം സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞു പോകും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
ഇച്ചായൻ പോയ പിന്നെ ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇച്ചായന്റെ പ്രിയപ്പെട്ട പുസ്തകമില്ല, ഖസാക്കിന്റെ ഇതിഹാസം. അത് വായിച്ചു. ഇച്ചായൻ വായിക്കുന്ന പോലെ അല്ല പുസ്തകങ്ങൾ വായിക്കുന്നത്. ലോകം ഒട്ടുക്ക് മനുഷ്യരുടെ ഇടയിൽ പടർന്നു പിടിച്ച വിഷാദത്തെ, ശൂന്യതയെ ഇത് വായിച്ചിട്ട് ഇച്ചായന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല. ഇച്ചായൻ വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് ഖസാക്കിന്റെ ഇതിഹാസം ചർച്ച ചെയ്യാം. മോനെ ബ്ലൂസി, എഴുത്തുകാരിൽ വലിയൊരു പങ്കും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നവരാ. അവരില്ലായിരുന്നേ നമ്മളെല്ലാം ഇരുട്ടിന്റെ ഗുഹകളിലായി പോയേനെ. എല്ലാ മതങ്ങളും സാഹിത്യം അല്ലയോടാ. സാഹിത്യവും കലയും ഇല്ലാതെ ജീവിതമുണ്ടോ? നമുക്കെല്ലാം വേണം. പല മതങ്ങള്, പല പാർട്ടികള്, പല ആശയങ്ങള്. ഞാൻ മാത്രം ശരിയെന്ന് വിചാരിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോഴല്ലയോടാ എല്ലാം ശരിക്കും ശരിയാവുന്നേ. എന്റെ പപ്പേ, ഞാനും വായിക്കാറൊക്കെയുണ്ട്. കുടുംബം എന്നത് ഒന്നിലധികം ആളുകളുടെ സ്നേഹത്തിന്റെ ഒരു കൂടിച്ചേരലല്ലേ? അതൊക്കെ ഒരു ചോയ്സാണ് പപ്പേ. കുടുംബത്തെ പറ്റി ഹരാരി എന്താ പറഞ്ഞതെന്ന് പപ്പയ്ക്ക് അറിയാമോ? ഹരാരി says family and community seem to have more impact on our happiness than money and health. നമുക്ക് നമ്മളും നമ്മളിടവും വേണം പപ്പേ. രാമൻ ഉറങ്ങാൻ കിടന്നു. യുഗങ്ങളിൽ നിന്ന് യുഗങ്ങളിലേക്ക് തലചായ്ക്കുക. കാടായി, നിഴലായി, കൊടിയായി, രാഷ്ട്രമായി പടർന്നു കയറുക. ഒരു സത്യം പറയാൻ കേട്ടോ, വാസ്തവത്തിൽ രാമായണം വായിച്ച ഞാൻ രാമനെ കാണുന്നത് രാമനായിട്ടല്ല, വായിച്ച എന്നെ കൂടി ഉൾക്കൊള്ളുന്ന രാമനായിട്ടാണ്. അതിലെൻ്റെ ഭാവമുണ്ട്, സ്നേഹമുണ്ട്, അകലങ്ങളുണ്ട്, അതിൻ്റെ വിപരീതങ്ങളുമുണ്ട്. പ്രേക്ഷകർക്ക് നന്ദി. പ്രോ പ്ലസിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തുന്നു. നോവൽ ബിനോയ് തോമസ്. നാടകരൂപരചന ഡോക്ടർ KS വാസുദേവൻ. സംവിധാനം പ്രൊഫസർ ഡോക്ടർ L തോമസ് കുട്ടി. നാടകത്തിൽ ഭാഗഭാക്കായവർ വേദിയിലേക്ക് പ്രവേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംവിധാന സഹായി ഡോക്ടർ P ശിവപ്രസാദ്. വെളിച്ചം പ്രൊഫസർ ഗോപിനാഥ് കോഴിക്കോട്. നിർവഹണ സഹായി ഗ്രാംഷി. സംഗീത നിയന്ത്രണം അനൂപ് ഉണ്ണികൃഷ്ണൻ. കലാസംവിധാനം പ്രവീൺ പ്രകാശ് E. സഹായികൾ അർച്ചന, നന്ദന, അമൽ, വിശാഖ്, ബേസിൽ, അഭിനവ്, അപർണ, അമൃത, കാർത്തിക, ലിസിന, ശ്രുതി. രംഗനിയന്ത്രണം അതുലൻ.
നിർവഹണം ഡോക്ടർ നിധിന്യ പി. PRO സുജ ദേവശങ്കർ. സ്റ്റിൽ വിജേഷ് വള്ളിക്കുന്ന്. വീഡിയോഗ്രഫി ബാനിഷ് EMMRC. നിധിൻ അലി അജ്മൽ ദേവദത്തൻ. അഭിനേതാക്കളെ പരിചയപ്പെടുത്തുന്നു. ഹരിഗോവിന്ദ്, ഡോക്ടർ നിധിന്യ പി, ഡോക്ടർ ശിവപ്രസാദ്, ശ്രീലക്ഷ്മി മങ്ങാട്ട്, ആര്യനന്ദ, ഗായത്രി. മനു വിശ്വനാഥ്, അതുലൻ, അനഘ, സഞ്ജന, അമൽജിത്ത്, അമൻ, അഭിലാഷ് ബാലുശ്ശേരി, സൈദാസ്, ത്രിദീപ് ലക്ഷ്മൺ, കാർത്തിക് കെ നഗരം, ദാമോദർ പ്രസാദ്, ഗോഡ്വിൻ ഫ്രാൻസിസ്, അനിൽ ചെറാട്ട്, അക്ഷയ, ബ്രിജീഷ്യ, സ്മൃതി, ശ്യാമില, അമൃത, അനാമിക, രശ്മി, അഖിൽ കൃഷ്ണ, ഡോക്ടർ MB മനോജ്, രവി പുത്തലത്ത്, അംബിക, സാവക, കൽമ കാജൽ, അസ്ര മറിയം, ഡാലിയ, ഫാലിഷ ഫാത്തിമ, മർവ മധുർ DR, ശ്രദ്ധ സുരേഷ് ബാബു.